അമ്മാതിരി ഒരു തൊട്ടിപ്പടം. ട്യൂഷൻ എടുക്കുന്ന പോലീസുകാരൻ, സ്റ്റേഷന്റെ മുകളിൽ ട്യൂഷൻ സെന്റർ നടത്തുക. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇത് ആഭ്യന്തര വകുപ്പിന്റെ അണ്ടറിലുള്ള പോലീസ് സ്റ്റേഷൻ ഒന്നല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ, ശിവൻകുട്ടി നേരിട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ അണ്ടറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അങ്ങനത്തെ കുറെ പോലീസുകാരുമാണ്. പോലീസുകാരിൽ ഒരു അൻവർ സാറ്, പിന്നെ ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പോലീസുകാരൻ, പിന്നെ 2 ലേഡി പോലീസ്, ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ വേർപ്പിച്ചിട്ടുണ്ട്. വെറുപ്പിക്കാൻ മീൻസ് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരും. ഈ സാധനം കണ്ടാല് മനസ്സിലായി, നമ്മൾ കളിയാക്കി ചിരിക്കില്ല. സിനിമയിലെ ഹ്യൂമർ കൊണ്ട് ഇരിക്കലല്ല, എന്താണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിരിക്കില്ലേ. നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇങ്ങനെ ചിരിക്കാം, നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് ചിരിക്കാം. പിന്നെ ഈ പടത്തില് ഷൈൻ ടോം ചാക്കോയുടെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അയാൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഒരു മൂളിച്ച പോലെ നമുക്ക് കേൾക്കും, ഒരു മൂളലേ കേൾക്കും. ഈ പടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2ാമത് ഡബ് ചെയ്താന്ന് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇയാളുടെ ആക്ഷനും ഇയാളുടെ ഡയലോഗ് തമ്മിൽ സിങ്ക് ആവുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷനും പിന്നെ ഈ ഫേഷ്യൽ എക്സ്പ്രഷനും ഒന്നും ഡയലോഗിന്റെ ടോണിനെ മാച്ച് ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്ത സ്ഥലത്ത് സ്ട്രെസ് എല്ലാം വന്ന പോലെ മുഖത്ത് നമ്മളിപ്പോ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് മുഖത്ത് ഒരു സ്ട്രെസ് ഫീൽ ചെയ്യില്ലേ, ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് കടുകട്ടിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക്. പക്ഷെ ഡയലോഗ് സ്മൂത്ത് ആയിട്ട് പോകും. 2ാമത് റീഡബ് ചെയ്തപ്പോൾ വന്ന പ്രശ്നമാണ്. ഇനി ഷൈൻ ടോമിന്റെ ഡയലോഗ്സ് ഇയാൾ പണ്ട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഈ പടത്തിൽ സംസാരിച്ചതെങ്കിലും വലിയ കുഴപ്പമൊന്നും വരില്ല. ഈ പടത്തിന് അത് മതി. ഇനി ഈ പടത്തിലെ മൊത്തം ഓഡിയോയും മ്യൂട്ട് ചെയ്തിട്ട് ഒരു നിശബ്ദ സിനിമ പോലെ നമ്മളിത് കണ്ടു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇനി ഈ പടത്തിന്റെ വിഷ്വൽ മൊത്തം കട്ട് ചെയ്തിട്ട് സൗണ്ട്, നമ്മൾ റേഡിയോയിൽ സിനിമ കേൾക്കൂലേ, ശബ്ദരേഖ, അതുപോലെ കേട്ടാലും ഒരു കുഴപ്പമില്ല. ഈ പടം കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു യൂസ്ലെസ് സ്റ്റഫാണ്, ഒരു വേസ്റ്റ് പടം. അപ്പോൾ ഈ പടത്തിന്റെ ഒരു മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് ഒരു കൊലപാതകമാണ്. സിനിമ തന്നെ ഒരു കൊലപാതകമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കൊലപാതകം ഇയാള് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അന്വേഷിക്കണം. കൊല എന്ന് വെച്ചാൽ വലിയ കൊലയാണ് കേട്ടോ, വലിയ കൊലയാണ് ഈ പടത്തിൽ നടക്കുന്നത്. എന്നിട്ട് മെയിൻ ത്രെഡിലേക്ക് ഞാൻ കടക്കുന്നില്ല, സിനിമയാണല്ലോ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ. പക്ഷെ ഇത് ചെയ്യുന്നതിന് ഒരു വൃത്തിയായിട്ട് അവർക്ക് ചെയ്യായിരുന്നു. മെയിൻ ത്രെഡ് ഇപ്പൊ എന്ത് തന്നെ ആണെങ്കിലും ഈ മെയിൻ ത്രെഡിലേക്ക് കണക്ട് ചെയ്യുന്ന കുറെ സിറ്റുവേഷൻസും കുറെ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നല്ല രീതിയിൽ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ചെറിയ സിനിമയായിട്ട് ഇത് വേണമെങ്കിൽ കാണാം. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ വളരെ അൺപ്രൊഫഷണലായി ചെയ്തു വെച്ചിട്ടുള്ള ഒരു അവിഞ്ഞ സാധനം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ കുട്ടികളായിട്ട് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ അഭിനയമെല്ലാം അസഹനീയമായിരുന്നു. ഇതില് ഒരു മെയിൻ കഥാപാത്രമുണ്ട്, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ട്, പിന്നെ ഒരു ഗേൾ ഫ്രണ്ട്, അതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത്. ഈ മെയിൻ കുട്ടി ഉണ്ടല്ലോ, അതായത് മുഖ്യ കഥാപാത്രമായിട്ടുള്ള സ്റ്റുഡന്റ്, ഇവന്റെ അച്ഛനെ കാണാനില്ലേ എക്സാക്ട്ലി ലൈക്ക് ഇവന്റെ ഫ്രണ്ടിനെ പോലെ ഉണ്ട്. അതായത് ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ ഫ്രണ്ടിനെ പോലെ ഉണ്ട്.